ഇതാരും ശ്രീദേവിയോ? എന്താ ശ്രീദേവി സന്ധ്യ സമയത്ത്? ഞാൻ ഓഫീസിൽ ചെന്നപ്പോ സാറ് വീട്ടിലെന്ന് പറഞ്ഞു. അവിടുന്ന് വരിക. അതാ താമസിച്ചത്. അച്ഛന് സുഖമില്ല. അച്ഛനും തോറ്റി? നല്ല പനിയുണ്ട്. എന്താ കാശ് വല്ലതും വേണോ? വേണ്ട. വാ. ഇരിക്കു ശ്രീദേവി. എന്റെ വീട്ടിൽ ആദ്യമായി വന്നിട്ട് ഒരു അപരിചിതനെ പോലെ പെരുമാറുന്നത്. ഇരിക്കൂ. അച്ഛൻ ഇന്നും നാളെയും ലീവ് വേണമെന്ന് പറയാൻ വന്നതാ. ഓ അതാണോ? ഞാനൊരല്പം ദുർമാർഗിയാണ്. വിരോധമില്ലല്ലോ. എന്താ ജോലിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്? നല്ല കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല അല്ലേ? ഇല്ല. ഗുഡ് ഗേൾ. അച്ഛനോട് 2-3 ദിവസം റെസ്റ്റ് എടുത്തോളം പറഞ്ഞോളൂ. ഇത് കുഴപ്പമില്ല. ഇനി സോഫ്റ്റ് ഡ്രിങ്ക്സ്? വേണ്ട സാർ, എനിക്ക് പോണം. നേരെ ഒരുപാടായി. ഇവിടെ ആദ്യമായി വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ പോകുന്ന മര്യാദകളല്ലേ? ജസ്റ്റ് മിനിറ്റ്. മോളെ, ആണിമോളെ, അങ്കിൾ പോവേണ്. എവിടെ? ഒരു സ്ഥലത്ത്. ആരുടെ കൂടെ? അങ്കിൾ മോളുടെ ഡാഡിയുടെ ഒരു സ്ഥലത്ത് പോവേണ്. അപ്പൊ എന്റെ പാവ എവിടെ? പാവ അങ്കിൾ വാങ്ങിച്ചു തരാം. ഇപ്പോ? പാവ വാങ്ങാനുള്ള സമയം ഡാഡിയോട് ചോദിച്ചു നോക്കട്ടെ. എന്തിനാ അങ്കിൾ പോകുന്നത്? അങ്കിൾ കാണാൻ വന്ന ആളെ കണ്ടു കഴിഞ്ഞു. പോയിട്ട് വരാം. വെൽ ഡൺ മിസ്റ്റർ രവി. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. പ്രസാദിനെ കൊല ചെയ്യുക, അതിനൊരു മറയായിട്ട് എന്നെ ഉപയോഗിക്കുക അല്ലേ? കൊല ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്. പക്ഷെ അതിന് നിങ്ങൾ ഒരു കരുവാക്കാനോ മറയാക്കാനോ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയത് ഉപയോഗിച്ചു എന്ന് മാത്രം. അത് ഞാൻ വിജയിച്ചും കഴിഞ്ഞു. ഇനി നോ, നിങ്ങൾ ജയിച്ചിട്ടില്ല. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, പ്രസാദ് മരിച്ചിട്ടില്ല. വാട്ട് ഡു യു മീൻ? എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനിടുന്ന ഈ കാക്കിക്കുപ്പായം കണ്ടക്ടറുടെ അല്ല, ക്രൈംബ്രാഞ്ച് പോലീസിന്റെയാണ്. താങ്ക് യു DSP സാർ. എല്ലാം കഴിഞ്ഞു എന്ന് വെച്ച് കീഴടങ്ങാൻ വന്നവനാണ് ഞാൻ. നിങ്ങൾ തന്ന ഇൻഫർമേഷൻ നന്ദി. കുറച്ചു ദിവസം കൂടെ താമസിക്കാൻ എന്നെ അനുവദിച്ചേ തീരും. കുറച്ചു ദിവസമല്ല, നിന്റെ മരണം വരെ.
അത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രസാദിന്റെ മരണം വരെ? നോ, പ്രസാദ് മരിക്കില്ല. മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിന്റെ ഒരു വാശിയാണ്. വിശ്വാസം കൊള്ളാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സെയിം ടു യു. അഗസ്റ്റിനെ കൊല ചെയ്ത അതേ ആൾ തന്നെ ആയിരിക്കണം പ്രസാദിന്റെ നേരെയും ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അത് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനിയൊരു അറ്റംപ്റ്റ് നടത്താൻ അയാൾ തീർച്ചയായും ശ്രമിക്കും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ശക്തമായ കാവലുണ്ടാവണം. എന്നാൽ കാവലുണ്ട് എന്നുള്ളതിന് യാതൊരു ലക്ഷണവും പാടില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരും മഫ്റ്റിയിലായിരിക്കും സാർ. ആർക്കും ഒരു സംശയം തോന്നില്ല. പ്രസാദിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതറിയിക്കാൻ ഒരു അലാറം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. എന്തെങ്കിലും അപകടത്തിന്റെ സൂചന കിട്ടിയാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ഒട്ടും വൈകരുത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. യെസ് സാർ. ഓക്കെ. മോക്ക് പാവമാണെങ്കിൽ അങ്കിൾ പുറത്തു പോണ്ടേ? അങ്കിള് പുറത്തു പോയാല് മോളുടെ ഡാഡി തന്നെ പിടിച്ചാലോ? ഞാൻ അകത്ത് വാതിലടിച്ചിരുന്നോളാം. അങ്കിൾ വന്ന് വിളിച്ചാലേ ഞാൻ തുറക്കൂ. ഞാനൊരു വേല പറഞ്ഞുതരാം. മോൾ അതുപോലെ ചെയ്താൽ മതി. അങ്കിൾ വേഗം പോയിട്ട് വരാം. എല്ലാം റെഡിയില്ലേ? റെഡി. വാച്ച് ഓർ? ഓക്കെ സർ. വെയിറ്റ് ഹിയർ. ശരി സർ. വേറെ വിശേഷമൊന്നുമില്ല. ഏതായാലും 2 ദിവസം ഇവിടെ കിടക്കൂ. ഒരു റെസ്റ്റും ആയല്ലോ. താങ്ക് യു ഡോക്ടർ. വിസിറ്റേഴ്സിനെ ആരെയും അലോ ചെയ്യണ്ട. ശരി സാർ, ഞാൻ ബോർഡ് വയ്ക്കാൻ പറയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ബെല്ലം അമർത്തിയാൽ മതി. ശരി. ഹൗ ആർ യു മിസ്റ്റർ പ്രസാദ്? ഫൈൻ. ഞങ്ങൾക്കറിയാം. ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോണില്ല. ശ്രീകുമാർ സാറല്ലേ? ഹോസ്പിറ്റലിൽ പോയി അവനെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവൻ വീട്ടിലെത്തും മുമ്പ് അവിടെ എത്തി മോളെ രക്ഷിക്കുന്നതല്ലേ. I fought.
മോളെ 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 മോളെ. സോറി DSP സാർ, നിങ്ങൾ അല്പം വൈകിപ്പോയി. Hands up. Drop your gun. Sorry DSP സാർ, നിങ്ങളൊരു ബുദ്ധിമാനാണെന്ന് ഞാൻ കണക്കൂട്ടിയിരുന്നു. പക്ഷേ ഞാനൊരു മണ്ടനല്ലെന്നെങ്കിലും വിചാരിക്കേണ്ടതായിരുന്നു. Try next time. Don't move. അങ്കിൾ പാവയുടെ കടയിലൊന്നും കിട്ടിയില്ല. നാളെ ഒരാൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാഡി വന്ന് വിളിച്ചപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അങ്കിൾ പറഞ്ഞ പോലെ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്തപ്പോ ഡാഡി വിചാരിച്ചു അങ്കിൾ ഉള്ളിലുണ്ടെന്ന്. താങ്ക് യു. സോറി DSP സാർ, നിങ്ങൾ അല്പം വൈകിപ്പോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റാണിമോൾ അങ്കിളിന്റെ വീട്ടിൽ പോയിരിക്കണമെന്ന് റിക്ഷാക്കാരൻ പറഞ്ഞു. മോൾ ഇന്ന് വന്നതേ ഉള്ളൂ. ഞാൻ വന്നത് നന്നായി. മിസ് ഇരിക്കൂ. ഇല്ല, പോകുന്നു. ഇന്ന് ഞങ്ങളുടെ കോൺവെന്റ് ഡേ ആണ്. മിനിസ്റ്റർ എല്ലാം വരുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥന ചെയ്യാൻ റാണി അല്ലാതെ വേറെ ആരുമില്ല. പോവാം മോളെ. അങ്കിൾ ഞാനിന്ന് പോയിട്ട് വരട്ടെ. അയ്യോ, ശ്രീയേട്ടൻ ഡോക്ടർ അടുത്ത് പോകാൻ ഇപ്പോൾ വരുമെന്ന് ഫോൺ ചെയ്തിരുന്നു. പോവാം മിസ്. അങ്കിൾ ഞാൻ പോയിട്ട് വരട്ടെ. ശരി. വരട്ടെ. പോട്ടെ അങ്കിൾ. ടാറ്റാ. എന്താ മോളെ വിട്ടത്? നീ ഇവിടെ ഉണ്ടല്ലോ. സോറി മിസ്റ്റർ ശ്രീകുമാർ, ഐ എം ലിറ്റിൽ ലേറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു നാരോ എസ്കേപ്പ് ആയിരുന്നല്ലേ? താങ്ക് ഗോഡ്. എന്തിനാ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞത്? അതിപ്പോ എങ്ങനെ പറയാ? എന്താ പ്രോബ്ലം? തെറ്റിദ്ധരിക്കരുത്, ഒരല്പം സെന്റിമെന്റലാണ്. ഞങ്ങൾ പോലീസുകാരല്ലേ, ഞങ്ങൾക്ക് സെന്റിമെന്റ്സ് ഒന്നും പാടില്ലല്ലോ. അതായത് മിസ്റ്റർ ശ്രീകുമാറിന്റെ വൈഫിന് ഇതിനുമ്പൊരു കല്യാണമെല്ലാം ഫിക്സ് ആയിരുന്നാണല്ലോ. ശ്രീകുമാറിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. കമ്മീഷനെ വിടുവിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ന് ആ കല്യാണം നടക്കേണ്ടതായിരുന്നു. ഏത് കല്യാണം? അല്ല,
രവിയും ശാലിനിയും തമ്മിലുള്ള പഴയ ബന്ധത്തെ പറ്റി പറയുകയായിരുന്നു. അല്ല, ആ ചാപ്റ്റർ കഴിഞ്ഞു. എന്നാലും അവൻ ജയിൽ ചാടി വന്ന നിലക്ക് എന്തെങ്കിലും സഹായത്തിന് ശാലിനിയുടെ അടുക്കൽ വന്നുകൂടായില്ല. വരണമൊന്നുമില്ല. എന്നാലും മിസ്റ്റർ ശ്രീകുമാർ വൈഫിനെ ഒന്ന് വാങ്ങിച്ചു തന്നായി. അത് ഞാൻ ചെയ്യാം. ആ, വീട്ടിൽ വരണമെന്ന് കരുതിയതാ. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം അവിടെ വന്ന് എങ്ങനെ പറയാ? ഡോണ്ട് മിസ്റ്റേക്ക് മീ.